ഹായ് ഹലോ നമസ്കാരം. സോളോ നോമാഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, കൊല്ലം കൊട്ടാരക്കര. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. മീൻപിടിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്നെപ്പോലെ ഈ സ്ഥലത്തെ പറ്റി അറിയാത്ത കുറേ ആൾക്കാരെ വേറെയും കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. മീൻപിടിപ്പാറയിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. ഈ എൻട്രൻസിലൂടെ നമ്മൾ അകത്തേക്ക് പോകാൻ പോവുക. ഇതിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്കെന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ അകത്തേക്ക് കയറാൻ ഒരാൾക്ക് 20 രൂപയാണ്. നമ്മുടെ ഫോണിൽ നമുക്ക് നമ്മുടെ വീഡിയോയല്ല, പക്ഷേ ക്യാമറകൾ കൊണ്ടുവരുന്ന അതിന് പ്രത്യേകം ചാർജ് വരികയാണ്. എക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ മറ്റു മാലിന്യങ്ങളോ ഗസ്റ്റുകളോ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് ഈ കാണുന്ന കാഴ്ചകൾ, ഇവിടെ ഇതിന്റെ പത്രത്തിൽ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്ക് ഇനി അകത്തേക്കുള്ള കാഴ്ചകൾ നമുക്കാണ് കണ്ടുപോകാം. ഇത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നല്ല കാറ്റുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡ് കിട്ടും. അപ്പം പറ്റുന്നവർ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സ്പോട്ടിലേക്ക് കാര്യം വിടാൻ അകത്തേക്ക് പോയി നോക്കിയില്ല. അകത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് അപ്പോ ഇതിനകത്ത് കയറിയപ്പോ കണ്ടൊരു തൂക്കുപാലമാണ്. ഉള്ള പുനലൂരാണ്. നമുക്കറിയാം വർഷങ്ങളായിട്ടുള്ളതാണത്. അപ്പൊ പുനലൂര് വരെ തൂക്കുപാലത്തിൽ കയറണമെന്ന് ആഗ്രഹമുള്ള പുനലൂര് വരെ പോയി കഷ്ടപ്പെടണ്ട. ഈ അടുത്ത് കൊട്ടാരക്കര ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, അതായത് കരുനാഗപ്പള്ളി, ഓച്ചിറ, പിന്നെ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലുള്ള കപ്പക്കൊണ്ടയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തൂക്കുപാലത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ അതിന് ചെറിയൊരു ഡെമോ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കയറി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കയറി ഇറങ്ങി നടക്കാം. ഇവിടെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപാട് പേര് വന്ന് ഇരുന്ന് ലൈഫ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോ നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതിനകത്ത് വരുമ്പോ ഇവിടെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപാട് പേര് വന്ന് ഇരുന്ന് ലൈഫ് ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളത്തിൽ കളിക്കണമെന്നും ഒന്നിറങ്ങി നീന്തണമെന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇവിടേക്ക് വരാം. ഇവിടെ വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ഇറങ്ങി കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഇവിടുത്തെ സുഹൃത്തുക്കളുമാര് പ്രായഭേദമന്യേ എല്ലാവരും വന്ന് ഇറങ്ങി ആസ്വദിച്ച് പോകുന്നുണ്ട്. അപകടങ്ങളൊക്കെ കുറവാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. എന്നാലും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത്, വെള്ളത്തിലിറങ്ങുമ്പോൾ എവിടെ ആയാലും എത്ര ആഴമില്ലാത്ത വെള്ളമാണെങ്കിൽ, ആഴമുള്ള വെള്ളമാണെങ്കിൽ നീന്തറിയാവുന്നവർ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. പിന്നെ അല്ലാതെ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരവരെ സൂക്ഷിച്ചുകൊള്ളുക. വെള്ളമാണ്, അപകടങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞിരിപ്പുണ്ടാവും. അപ്പൊ ഇവിടെ എന്തായാലും ഇവിടെ വരെ വന്നപ്പോഴേക്ക് ഇതിനകത്തൊന്ന് ഇറങ്ങിയിട്ട് പോകാന്നുള്ളതല്ലേ എന്റെ രീതി. നമ്മളിവിടെ വന്നിട്ട് ഇതിനകത്ത് ഇറങ്ങാതെ പോകാന്ന് പറഞ്ഞാൽ നഷ്ടമല്ലേ. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. വെള്ളത്തിന്റെ തണുപ്പും കാര്യങ്ങളും ആഴമൊക്കെ അറിയാന്നുള്ളേ ഉള്ളൂ. അപ്പൊ അത് ഇറങ്ങി നോക്കാം. പിന്നെ പ്രൈവറ്റ് ആയിട്ട് വന്നിരുന്ന് മറ്റാരുടെ ശല്യമില്ലാതെ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഇവിടെ. അധികം ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു ഏരിയ ആണ്. എല്ലാവരും മാക്സിമം വരാൻ നോക്കുക, വന്ന് ആസ്വദിക്കുക. അപ്പോ കുഴപ്പമില്ല. വീഴാറൊന്നുമില്ല. ആരൊക്കെ കാലത്തൊന്നുമില്ല. അത്യാവശ്യം ആളുണ്ട്. ഇറക്കി നിർത്താതിരിക്കുക. കാര്യം വെള്ളത്തിന് വെള്ളം ബോട്ടിലാണ് ഒഴുകുന്നത്. നീന്തറിയാവുന്നവരുറങ്ങാം. അപ്പൊ നമ്മുടെ അടുത്ത 2 സ്റ്റെപ്പൂടെ താഴെ അപ്പുറത്തേക്ക് കയറാൻ പറ്റുന്നില്ല. നമ്മളെ രസമൊന്നും നനഞ്ഞു പോകും. നമ്മളിവിടെ ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഇല്ലാതെയാണ് വന്നത്. ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാല് ചിലപ്പോൾ തെന്നിയൊക്കെ പോകും. അപ്പൊ നമ്മള് നനയും എന്നുള്ള പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മൾ ഇനി ഒരു തവണ ഇവിടെ വരുന്നതായിരിക്കും. വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങി നമ്മൾ കുളിച്ച് ജീവിതം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും വരികയാണ്. എല്ലാവരും എൻജോയ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.